ഈ ഇക്കൊല്ലം നടന്നിട്ടുള്ളത് ഗുണ്ടകളുടെ പൂരം നിർത്തിക്കലാണ്. സംഘപരിവാറുമായി ബന്ധമുള്ള ഗുണ്ടകളുമായി ബന്ധമുള്ള തിരുവമ്പാടി ദേവസ്വത്തിലത്തെ വിവരമില്ലാത്ത മദ്യപാനികളായിട്ടുള്ള ആൾക്കാരുടെ പ്രവർത്തന ബലവും ഗൂഢാലോചന ബലമായിട്ടാണ് ഈ പൂരം ഇക്കൊല്ലം അർദ്ധരാത്രി തിരുവമ്പാടിക്കാരെ ഒറ്റയ്ക്ക് നിർത്തിയത്. താങ്കളുടെ ആരോപണം അല്ലാതെ കൃത്യമായ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് അതിന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഉണ്ടല്ലോ. 4-5 കള്ളുടിയന്മാര് വിചാരിച്ചാൽ തിരുവമ്പാടി ദേവസ്വത്തിലത്തെ 4-5 കള്ളുടിയന്മാര് വിചാരിച്ചാൽ പൂരം നിർത്തിക്കാനായിട്ട് പറ്റും എന്ന് തെളിഞ്ഞ ഇക്കൊല്ലത്തെ അവസ്ഥ ഇത്. അടുത്ത കൊല്ലം ഇമാതിരി പരിപാടികൾ നടക്കാതിരിക്കാനായിട്ട് തരികടകൾ ആലങ്കോലപ്പള്ളത്തിൽ നടന്നിരിക്കാനായിട്ട് തൃശ്ശൂരിലെ പൗരപ്രമുഖരുടെ ഒരു സംഘം തന്നെ ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉത്സവ കമ്മിറ്റിയിൽ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൃശ്ശൂർ പൂരം സംഘാടക സമിതിയിൽ ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിന്റെ അംഗങ്ങൾ മാത്രം പോരാ. തൃശ്ശൂർ നഗരത്തിൽ എല്ലാ മതത്തിന്റെയും വക്താക്കളായിട്ടുള്ള ആളുകളുടെ മെമ്പർഷിപ്പ് ആ പൂരം സംഘാടക സമിതിയിൽ കൊടുക്കുകയും അവരാരും അറിയാണ്ട് ഇക്കൊല്ലം നടന്നതുപോലെയുള്ള ഭീകരമായിട്ടുള്ള പൂരം നിർത്തിക്കൽ ഗൂഢാലോചനകളുടെ ബലമായിട്ട് പൂരം നിന്നുകൊണ്ടിരിക്കാൻ അടിയന്തരമായിട്ട് നടപടിയെടുക്കണം. ഇത്രയും കാലം താങ്കളെ പൂരവിരോധി എന്ന് പറഞ്ഞ് വേട്ടയാടിയവർ ആ തിരുവമ്പാടിക്കാരെ തന്നെ ഇന്ന് അന്വേഷണ കമ്മീഷണർ പൂരം കലക്കികളെന്ന് വിളിച്ചിരിക്കുന്നു. കാലം നൽകിയ മറുപടി. ഇവരിപ്പോഴും പറയുന്നത് ഞാനും എൻ്റെ പിന്നിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് കൊടുത്ത് ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയും ആനകളുടെ ആരോഗ്യം മുൻനിർത്തിയും പുറപ്പെടുവിക്കുന്ന ഓർഡറുകൾ മൂലമാണ് ഈ പൂരം തടയപ്പെടുന്നത് എന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച പോലെ ഇവർ പറഞ്ഞിരുന്നതാണ്. അത് മാറിയിട്ട് ഈ തൃശ്ശൂർ പൂരം ഇക്കൊല്ലം ആലങ്കോലപ്പെടാനുള്ള പ്രധാന കാരണം തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ വിവരക്കേടും ഹുങ്കുമാണ് കാരണമെന്നും അതിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയെ കുറിച്ചിട്ട് അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ തന്നെ സർക്കാർ സമർപ്പിച്ച സ്ഥിതിക്ക് പൂരത്തിന്റെ അലകും പിടിയും മാറ്റേണ്ട കാര്യം അതിക്രമിച്ചു. പ്രിയപ്പെട്ടവരെ, തൃശ്ശൂർ പൂരത്തിൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. എല്ലാ വിരലുകളും ചൂണ്ടുന്ന തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയാണ്. ഇന്ന് എൻ്റെ അടുത്തിരിക്കുന്ന മനുഷ്യൻ വെങ്കടാചലം സാറാണ്. എന്തു പറയുന്നു? ഈ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭരണസമിതി എന്ന് പറഞ്ഞാൽ ജനങ്ങളായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത കുറച്ച് വ്യക്തികളാണ്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സംഘപരിവാറുമായി ബന്ധമുള്ള ഒരു ടീം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഉള്ളിൽ പിടിമുറക്കിയിട്ട് കാര്യങ്ങൾ പറയും. ഇവർക്കൊന്നും തൃശ്ശൂർ പൂരം എന്താണെന്ന് ഇവർക്കറിയാം. ഇവരുടെ അച്ഛൻ്റെ അച്ഛനോ വീട്ടുകാരോ ഒന്നും തൃശ്ശൂർ പൂരം കമ്മിറ്റിയായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഇരുന്നിരുന്ന ആളുകളാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ നടത്തിപ്പിന്റെ കമ്മിറ്റിയിൽ കയറിയിരിക്കുന്നത്. ഇവർക്കൊന്നും DNA പരമായിട്ട് തന്നെ തൃശ്ശൂർ പൂരവുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയാൻ എനിക്ക് വ്യക്തമായിട്ട് കഴിയും. മാത്രമല്ല ഇവർക്ക് ഈ ആളുകളായിട്ട് പെരുമാറാനായിട്ടുള്ള ട്രെയിനിങ് ആരും കൊടുത്തിട്ടില്ല. ഈ രാത്രി വെടിക്കിട്ട് നടക്കാനായിട്ടുള്ള മുന്നേ അതിന്റെ അറേഞ്ച്മെന്റ് നടക്കുമ്പോൾ തേക്കിങ്ങാട് മൈതാനത്തിന്റെ 200 മീറ്റർ ചുറ്റളവിൽ നിന്ന് ആളുകളെ മാറ്റിക്കൊള്ളാമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് 2016 കൊടുത്ത നിബന്ധന അനുസരിച്ചാണ് ഭൂമി കുഴിച്ചിട്ടുള്ള വെടിക്കോപ്പുകൾ അതിലിട്ടിട്ട് ഭൂമിയിലിട്ടിട്ട് മുകളിലേക്ക് പോയി പൊട്ടാവുന്ന തരത്തിൽ സാധനം കത്തിക്കാനായിട്ട് ഇന്ത്യ സർക്കാർ തന്നെ കേരളത്തിലത്തെ ഒരേ ഒരു ഉത്സവ സംഘാടകരായിട്ടുള്ള തൃശ്ശൂർ പൂരക്കാർക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളെ സ്വരാജ് കൊണ്ട് ഇന്ന് 10 മണി കഴിഞ്ഞാൽ മാറ്റണം എന്നുള്ളത് കോടതി വിധി അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്, കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്, സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പോലീസുകാർക്ക് സ്വരാജ് കൊണ്ട് ഇന്ന് 10 മണി തൊട്ട് ആൾക്കാരെ മാറ്റുക എന്നുള്ളത് നിയമപ്രകാരം അനുവദിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. ഇതെല്ലാ കൊല്ലവും ഇവിടെ നടക്കാൻ ഇക്കൊല്ലം നടന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ പോലീസുകാരെന്ന് പറയുമ്പോൾ ആൾക്കാർ പറ്റില്ല സാറാണെന്ന് പറയും. അത് കുറച്ച് കഴിയുമ്പോൾ താൻ പോണമെന്ന് പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് ചെയ്യും. അവിടെ ഉണ്ടായിരുന്ന ഈ സംഘപരിവാറുമായി ബന്ധമുള്ള തൃശ്ശൂർ പൂര സംഘാടകരുടെ ഇന്ന് ചില ബാഡ്ജുകൾ വാങ്ങിച്ച് ശരീരത്തിൽ കുത്തിയിട്ടുള്ള കുറെ ആളുകൾ, അതായത് വളണ്ടിയേഴ്സ്, അവരാണ് ഈ പൂരം നടത്തുന്നത്. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ അവരുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പൂരത്തിനെ ഞങ്ങൾ പറയുന്ന പ്രകാരം പൂരം നടക്കുള്ളൂ എന്ന് ലോകത്തോട് കാണിക്കാൻ വേണ്ടിയിട്ടും ജനങ്ങളെ കൂടുതലും പൂരം കാണാൻ രാത്രി പോലും ആനയുടെ അടുത്ത് നിർത്തിയെന്നും പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവര് കുറച്ച് ആളുകൾ, അതായത് ദേവസ്വം ഭാരവാഹികളുമായി ബന്ധമുള്ള വ്യക്തികളും ചില ദേവസ്വം ഭാരവാഹികളും കൂടിയിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു തിക്കും തിരക്കാണ് ഈ പ്രശ്നത്തിന്റെ കാരണം. പക്ഷെ തിക്കും തിരക്ക് അവിടെ മേള അവസാനിപ്പിക്കുന്നു. ഞാൻ വിചാരിച്ചു എന്തിന് പന്തലിൽ നിർത്തണം, എല്ലാ പരിപാടികളും അതോടുകൂടി നിശ്ചലമാകുകയാണ്. കൃത്യമായിട്ട് പൂരം കലങ്ങണം എന്ന് തന്നെ ഇവർ നിർബന്ധ ബുദ്ധി പ്രകടിപ്പിച്ചിരുന്നു. തിരുവമ്പാടി ദേവസ്വമായി നേരിട്ട് ബന്ധമുള്ള വ്യക്തികളാണ് ഈ പൂരം നിർത്തണ പൂരം എന്ന് പറഞ്ഞത്. മാത്രമല്ല അവിടെ നിർത്തണ പൂരം എന്ന് പറയുന്നത് മാത്രമല്ല, മേളക്കാരൊക്കെ തിരിച്ചു നോക്കോ, ഇനി ഇവിടെ നാളെ ആഘോഷമൊന്നുമില്ല, വന്നിട്ടുള്ള 6 ആനയും തിരിച്ചു നോക്കോ, ഒരാന ഒറ്റയ്ക്ക് നാക്കനാലിൽ പോയിട്ട് നിന്നാൽ മതി എന്ന് അവിടെ നിന്നിരുന്ന ദേവസ്വം ഭാരവാഹികളും അവരുടെ ഗഡികളുമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരാനയിൽ ബാക്കി എല്ലാ ഇവർ തിരിച്ചുവിട്ടു. പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ടീമുകൾ
ദേവസ്വം ഭാരവാഹികളായിട്ട് ബന്ധമുള്ള സംഘപരിവാർ അടുപ്പമുള്ള ടീമുകൾ ആനകളെ ആദ്യം തിരിച്ചുവിട്ടു, മേളക്കാരെ തിരിച്ചുവിട്ടു. അതുകൊണ്ട് ഒരു പന്തലത്തെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞു. പന്തലത്തെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ഇറങ്ങി ഇവിടെ പരിപാടികൾ നടക്കാൻ പോകില്ല. പന്തലത്തെ ലൈറ്റ് ഓഫ് ചെയ്ത ആനകൾ ഹുങ്കിന് കാരണമുണ്ട്. ഇങ്ങനെ തിരിച്ചു വിട്ടിട്ട് പന്തലത്തെ ലൈറ്റ് ഓഫ് ചെയ്യുക, ആഘോഷങ്ങളില്ലാന്ന് എല്ലാവരും അറിയിക്കുക, ആനകളെ തിരിച്ചുവിടുക, മേളക്കാരെ തിരിച്ചുവിടുക, ഒരാനേനെ ഒറ്റയ്ക്ക് നാക്കനാല് കൊണ്ടുപോയിട്ട് നിർത്തുക. ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ സർക്കാരുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഇവരുടെ കയ്യും കാലും പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ രാത്രി പൂരം നടത്തിക്കോന്ന് പറഞ്ഞ് സ്വരാജ് റൗണ്ടിലേക്ക് രാത്രി ആളുകളെ കയറ്റി നിർത്തി പൂരം വെടിക്കിട്ട് നടക്കുമ്പോൾ സ്വരാജ് റൗണ്ടിലെ ആൾക്കാരെ നിർത്തി ഞങ്ങളാണ് ഇവിടെ പൂരം നടത്താൻ യോഗ്യര് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരുവമ്പാടി ദേവസ്വത്തിലത്തെ കുറച്ച് ഭരണസമിതിയിലത്തെ കുറച്ച് അംഗങ്ങളും അവരുടെ പിന്തുണയുള്ള അവർക്ക് പിന്തുണ കൊടുക്കുന്ന സംഘപരിവാറുകാരും ചെയ്ത് വിജയിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നം കരങ്ങുന്നതോടുകൂടി സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. ഈ സംഭവം നടത്തി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന മഹാൻ നെട്ടിശ്ശേരിയിലെ ഒരു വീട്ടില് പകല് പോലും തൃശ്ശൂർ പൂരം കാണാൻ വരാണ്ട് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് മാറി നിന്ന സുരേഷ് ഗോപി രാത്രി 1.5 മണിക്ക് ശേഷമാണ് ഈ സ്വരാജ് റൗണ്ടിലേക്ക് ഈ സേവാഭാരതിയുടെ ആംബുലൻസിൽ, അതായത് ഒരു രോഗിയാണ് കിടക്കണേന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ആംബുലൻസ് കൊണ്ടുവന്ന് അതിലാണ് ഇയാൾ വന്നിറങ്ങണത്. അതെ വെങ്കടാചാര്യ സാർ, അത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അവരുടെ തെരഞ്ഞെടുപ്പ് തോൽവിയെ കുറിച്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആംബുലൻസിൽ വന്നിറങ്ങുന്ന സുരേഷ് ഗോപി രക്ഷകന്റെ ഇമേജ് അവിടെ ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. രക്ഷകന്റെ ഇമേജ് മാത്രമല്ല, ഈ സുരേഷ് ഗോപി അവിടെ വന്ന് ഇറങ്ങിയപ്പോ തന്നെ പ്രശ്നം ഏകദേശം സോൾവ് ചെയ്യപ്പെട്ടിരുന്നു. അതായത് പൂരം അങ്ങനെ നിർത്തി കഴിഞ്ഞാല് വെടിക്കിറ്റ് പൊട്ടിക്കാനായിട്ട് നിങ്ങൾ സമയത്തിന് അനുവദിച്ചില്ലെങ്കിൽ ഈ ലൈസൻസിനെയും പൂരസംഘാടകരെയും ജില്ലാ ഭരണകൂടം അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. ഇതിന് കാരണം എന്താ വെച്ചാല് ഈ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഘപരിവാറുകാര് രാത്രിയുടെ മറവില് പത്രക്കാര് ആരും പുറത്തേക്ക് ടി വിക്കാരും പുറത്തേക്ക് പറയാത്ത ഒരു സംഭവം അവിടെ നടന്നു. അതായത് ആയിരക്കണക്കിന് സംഘപരിവാറുകാര് നഗരത്തിൽ തമ്പടിച്ചു. വാട്സപ്പിൽ മെസ്സേജിൽ ഇവർ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇവരുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാല്, ഇത് മാധ്യമങ്ങളും ഒരു പുറത്തേക്ക് വരാത്ത വിവരമാണ് ഞാൻ പറയണത്. ജില്ലാ കളക്ടർ അവരുടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് തൃശ്ശൂർ പൂരത്തിന്റെ തേക്കിങ്ങാട് മൈതാനത്തിന്റെ ഉള്ളിലുള്ള വെടിക്കിറ്റ് മാഗസിൻ താക്കോല് ഉപയോഗിച്ച് തുറന്ന് അതിലത്തെ സാധനങ്ങൾ പുറത്തേക്ക് എടുത്തു വെച്ച് പൂരത്തിന്റെ വെടിക്കിറ്റിന്റെ പരിപാടികളുടെ തുടക്കം ചെയ്യാനായിട്ട് MG റോഡ് വഴിക്ക് ജില്ലാ കളക്ടർ വരുമ്പോ ഈ സംഘപരിവാറുകാർ ജില്ലാ കളക്ടറെ തടയാനായിട്ടാണ് പരിപാടി ഇടുന്നത്. ഇതറിഞ്ഞിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥര് കളക്ടറെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ യാതൊരു കാരണവശാലും MG റോഡിൽ കൂടെ വരരുത്, പൂങ്കുന്നം വഴിക്ക് പാട്രാക്കിലെ വഴിക്ക് വരിക, പാട്രാക്കിൽ നിന്ന് പോലീസ് സഹായത്തിന് നിങ്ങൾ നേരെ നാക്കനാലിലേക്ക് കയറുക. അങ്ങനെയാണ് കയറിയത്. ഇപ്പൊ ഈ കളക്ടർ അയ്യന്തോളിൽ നിന്ന് പൂങ്കുന്നം വഴി പാട്രാക്കിലെത്തി, പാട്രാക്കിൽ നിന്ന് ഷൊർണൂർ റോഡിൽ കൂടെ പോലീസ് സപ്പോർട്ടിൽ നേരെ പൂരപ്പറമ്പിലേക്ക് കയറി. ഇത് കയറുമ്പോ ഇയാള് കളക്ടർ വരുമ്പോ തടയാനായിട്ട് സംഘപരിവാറുകാര് നടുവുനാല് കാത്തിരുന്നിട്ട് പരാജയപ്പെട്ടു. പിന്നീട് അവരെന്താ ചെയ്യുക കഴിഞ്ഞാൽ തടഞ്ഞിട്ട് അവരെന്താ ചെയ്യാച്ചാല് അവിടെ തടഞ്ഞിരുന്നിട്ട് അവര് കാലത്ത് രാത്രി വെടിക്കിട്ട് പൊട്ടിക്കാൻ കളക്ടർ സമ്മതിച്ചില്ല എന്നുള്ള രൂപത്തിൽ അവര് കാലത്ത് തൃശ്ശൂര് കൈയടിച്ച് പാടി നാമതപക ഘോഷയാത്ര നടത്താനാണ് പരിപാടിയില്ല. പൂരം വിരോധിയാണ്, അമ്പല വിരോധിയാണ്, എന്താണ് യാഥാർത്ഥ്യം? ഞാൻ നേരിട്ട് ചോദിക്കുകയാണ്. ഞാൻ പൂരവിരോധിയല്ലോ. ഞാൻ പൂരവിരോധിയാണെങ്കിൽ ഇവർക്ക് പൂരം നടത്താൻ പറ്റില്ല. ഞാൻ പൂരവിരോധിയാണെങ്കിൽ എന്റെ എല്ലാ തെളിവും ഞാൻ കോടതിയിൽ കൊണ്ട് നിർത്തുക പറയും കോടതി. ഈ പരിപാടി ഒന്നും ചെയ്യണ്ട, നിർത്ത് എന്ന് പറയും. അപ്പൊ ഞാനത് ഗുണം കൊടുത്തിട്ടില്ലല്ലോ. പുറത്ത് കഴിഞ്ഞാൽ ഇവർക്ക് പൂരം നടത്താൻ പറ്റില്ല. അത്രയായിട്ട് തെളിവുകൾ എന്റെ അടുത്ത് വേറെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കോടതിയിൽ കൊണ്ട് കാണിച്ചെടുത്ത സർക്കാർ പോലും പറയും ഇതൊക്കെ പൂരത്തിന് നടക്കണതാണ് എന്ന് കോടതിയിൽ വ്യക്തമായിട്ട് അവർക്ക് പറയേണ്ടി വരും. അത് മുഴുവൻ നിയമലംഘനങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ശ്രമിച്ചിട്ടുള്ള എന്താ വെച്ചാല്, പൂരം കാണാൻ വരുന്നവര് 2 കാലിലും നടന്നു വരുമ്പോ അവർ 2 കാലിലും നടന്നിട്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഉത്സവം മാഫിയായിട്ട് യാതൊരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു സാർ. ഞാനാണ് ആദ്യമായിട്ട് ഉത്സവ മാഫിയ എന്നുള്ള പേര് കണ്ണാടി കൂടെ പുറത്തേക്ക് വരണേ. വ്യക്തിപരമായ ആരോപണങ്ങൾ പലരും പറയുമ്പോഴും എഴുതുമ്പോഴൊക്കെ പൂരവിരോധി എന്നുള്ളൊരു വാക്ക് സാറിനെ വേദനിപ്പിച്ചിട്ടുണ്ടോ? താങ്കൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തേക്കിൻകാട് മൈതാനിലൂടെ പോകുമ്പോൾ ആശങ്കകൾ ഉണ്ടാവാറുണ്ട്? ആശങ്ക എന്നുള്ള സാധനം എനിക്കില്ല. എന്താ കാരണം വെച്ചാല്, നമ്മൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും വിമർശിക്കുമ്പോൾ അതിന് സത്യം ഉണ്ടെങ്കിലേ നമ്മൾ വിഷമിക്കേണ്ടതായിരുന്നു. പോടാ വണ്ടി ഒരു തന്നെ എടുത്ത് പറഞ്ഞാൽ എനിക്കറിയാം ഞാൻ തെണ്ടി അല്ലാതെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അയാൾക്കാരൊന്നും വിശ്വാസിയും കൂടിയല്ലേ? ഞാൻ ഈശ്വരവിശ്വാസിയാണ്. ഈശ്വരവിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ പ്രതിമ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രകൃതി എന്ന് പറയുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പ്രതിമ ദൈവത്തെ ഞാൻ വിശ്വസിക്കാറില്ല. പ്രതിമ ദൈവത്തെ ആളുകൾ സാധാരണ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ വെറുതെ ഒരു നടന്നു പോകുമ്പോൾ ഒറ്റ കൈ കൊണ്ട് നെഞ്ഞത്തും നെറ്റിയിലും വിരലുകൾ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു തൊഴലുണ്ട്. അത് ഇങ്ങനെ ഒരു തൊഴലുണ്ട്. ഈ തൊഴൽ എന്ന് പറഞ്ഞ സാധനം ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ.
ദൈവത്തെ കാണാൻ പോവാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി നമസ്കരിച്ചിട്ട് തിരിച്ചു വരാം. അമ്പലങ്ങളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു വസ്തു, അതായത് ഭക്ഷിക്കാനായിട്ടോ അല്ലാതെയോ ഒരു വസ്തു പോലും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രകൃതി ഭക്തനാണ് ഞാൻ. എന്നോട് സംസാരിച്ച ബംഗാലി സാറിന് ഒരുപാട് നന്ദി പറയാണ്. നമസ്കാരം. പൂരം ഇനിയും ഒരുപാട് നന്നായി തന്നെ നടക്കട്ടെ. നല്ലപോലെ ഈ ഭീകരമായിട്ടുള്ള മദ്യപാനികളെ മാറ്റി എല്ലാ ജാതിയിൽ നിന്നുള്ള ആളുകളെ പൂരം ഉത്സവ കമ്മിറ്റിയിൽ പെടുത്തിയിട്ട് സ്ത്രീകളടക്കമുള്ള ആളുകളെ ഉത്സവ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ട് മാത്രമേ ഇത് നടത്താവുന്നു. അല്ലാണ്ട് നടത്തലുടേമാരെ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ പൂരം സംഘാടക സമിതി ഇല്ലാതാക്കി നമ്മുടെ നാട്ടിൽ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്താൻ കഴിയുള്ള എല്ലാ ജാതിയിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു പൂരം കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിന്റെ വേറെ നടത്താൻ പാടുള്ളൂ. ഇതുമാതിരി പൂരം ആനകോലപ്പെടാനായിട്ടുള്ള തീരുമാനം അർദ്ധരാത്രി സ്വയം എടുക്കുന്ന ആളുകളെ പൂര കമ്മിറ്റിയിൽ നിന്ന് മാറ്റണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്.